കേരള മുസ്ലിം ജമാഅത്ത് വലിയ ജാഥ നടത്തിയല്ലോ ഇപ്പോ. കാന്തപുരം രണ്ടുപേരും നല്ലത്. കാന്തപുരം ചെയർമാനും അതിന്റെ സെക്രട്ടറി, കാന്തപുരം ചെയർമാനാണ്. സെക്രട്ടറി ആരാന്നറിയോ? ഈ തങ്ങളാണ്, ബുഖാരി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇതുപോലെയാണ്, മാതൃകാ സ്ഥാപനമാണ്. ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി ഞാൻ മലബാറിൽ, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. സാറ് അവിടെ ഒന്ന് പോകേണ്ടതാണ്. ആ മയദീൻ അക്കാഡമിയിൽ വലിയ സ്ഥാപനം. ഞാൻ പറയുന്നത് അവരിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇവർക്ക്. രണ്ടാമത്തെ കാര്യം വോട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സാറ്? അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ ഇന്ത്യ ടുഡേക്കാരോട് ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ വളർന്നു വരുന്നുണ്ട്. പാണക്കാട് തങ്ങൾക്കൊക്കെ സമാന്തരമായിട്ടും ഭീഷണി. ഇപ്പൊ പണക്കാട് തങ്ങൾ പോലും അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ സ്വീകരിക്കാൻ മാത്രം എന്തുണ്ട് എന്ന് ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ നാട്ടിന്റെ ഒരു വരദാനമാണ് മഹാനായ തങ്ങളെ വർഗ്ഗം. തങ്ങളുടെ കുട്ടിക്കാലവും അവിടുത്തെ യൗവനവും അവിടുത്തെ ബാല്യവുമെല്ലാം എല്ലാം കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് ഈ കടലുണ്ടിയിലെ നല്ലവരായ ജനങ്ങൾ. കറപുരളാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒരു മോശമായത് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത, എല്ലാവർക്കും നന്മ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ഒരു വലിയ ജീവിതത്തിന്റെ ആ ഒരു ഐതിഹാസികമായ പ്രഘോഷമായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേരള യാത്ര. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் കേരളത്തിലെ നൂറുകണക്കായ മഹല്ലുകളുടെ ഖാദിയാണ്. ഖാദി എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ മതപരമായ അതിന്റെ വീക്ഷണങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ നേരിന്റെ വഴിയിലേക്ക് നടത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തിയാണ് ഖാദി എന്ന് പറയുന്നത്. പെരുന്നാളും നോമ്പുമൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഖാദിമാരാണ്. നിക്കാഹിന്റെയും ത്വലാഖിന്റെയും വിഷയത്തിൽ ഇടപെടുന്നത് ഖാദിമാരാണ്. അതുപോലെ മഹല്ലുകളിലും കുടുംബങ്ങളിലും നാട്ടിലും നടക്കുന്ന വ്യക്തി അതേപോലെ കുടുംബ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് മസ്ലഹത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും മാർഗങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ കൈപ്പിടിച്ചുയർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മുടെ ഖാദിമാർ. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലയിൽ ഒട്ടനവധി മഹല്ലിന്റെ ഖാദിസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ അധ്യാപകനാണ്. നമ്മൾ ചിന്തിക്കണം, ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ അധ്യാപനം എന്ന് പറയുന്നതിനേക്കാളും മഹത്വമുള്ള, മൂല്യമുള്ള ഒരു ജോലി മറ്റൊന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் 40 കൊല്ലത്തോളമായി തന്റെ വൈജ്ഞാനിക സേവന രംഗത്ത് ഇന്ന് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയും, മലപ്പുറം ടൗണിനോട് ചേർന്ന് കോണമ്പാറ എന്ന് പറയുന്ന ആ പ്രദേശത്തുകാരുടെ ഒരു മസ്ജിദിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവരുടെ വൈജ്ഞാനിക സേവനത്തിന്റെ ആ ഒരു പടയോട്ടത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഒരു ചെറിയ വൈജ്ഞാനിക സേവനത്തിന്റെ നേതാവായി അല്ലെങ്കിൽ വാക്താവായി നമുക്ക് പരിചയപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 300 ഏക്കറയോളം വരുന്ന അതിവിശാലമായൊരു വൈജ്ഞാനിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത കേരളത്തിലെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങളവர்கள். 20,000 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 1/4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തങ്ങളുടെ അതരപുടങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ആ വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ പെറുക്കിയെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ കെട്ടിപ്പടുത്ത വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കൂട്ടത്തിൽ ആരൊക്കെയാണുള്ളത്? അന്ധന്മാരുണ്ട്, ബധിരന്മാരുണ്ട്, മൂകരുണ്ട്, കണ്ണ് കാണാത്തവരും സംസാരിക്കാൻ കഴിയാത്തവരും ചെവി കേൾക്കാത്തവരും സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും
സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അവരുടെ ശാരീരിക വൈകല്യം ഒരു തടസ്സമായി എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടതായ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു വിഭാഗം ആളുകളെ കൈപ്പിടിച്ചുയർത്തി മലപ്പുറത്തിന്റെ വിരുമാറിൽ അവർക്ക് വേണ്ടി വലിയൊരു സ്ഥാപനം തന്നെ മഹാനായ തങ്ങളവറുകൾ നിർമ്മിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ അന്തരും ബദിരരും മുഖരുമായ കുട്ടികളുടെ കൂട്ടത്തിൽ, കണ്ണു കാണാത്തവരുടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG ചെയ്തവരുണ്ട്, PhDക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. വെള്ളിയാഴ്ച ഖുത്ബയിൽ മിമ്പറിന്റെ മുകളിൽ കയറി കാണാതെ ഖുത്ബയോതുന്ന ആളുകൾ വരെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സേവനത്തിന്റെ ഫലമായി ഈ സമൂഹത്തിന് കൺകുളിർമയാകുന്ന രൂപത്തിൽ അവിടെ മഹാനവറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതേപോലെ വക്കീലന്മാരുണ്ട്, രാഷ്ട്രീയ വിദഗ്ധന്മാരായ ആളുകളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾ മലപ്പുറത്തും ഇതിന്റെ സന്തതികളാണ്. ഞങ്ങൾ 2 മാസം മുമ്പ് ലോകത്തിലെ വിശ്വവിഖ്യാതമായ ജാമിയത്തുൽ അസ്ഹറിൽ ചെന്നപ്പോ ഈ വിനീതനായ ഞാനും ഇന്ത്യയിൽ നിന്ന് 11 പേരും ഞങ്ങള് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഇമാമുൽ അക്ബറിന്റെ ഗസ്റ്റായി വയൂഫായി അവിടെയുള്ള ദൗറത്തു തദ്രീബിൽ അയിമ്മ എന്ന് പറയുന്ന ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ അൽഹംദുലില്ലാഹ് ഈജിപ്തിലെ അവിടെ ഖിസ്മു ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വൈവ എക്സാമിന് വേണ്ടി അവിടെയുള്ള മുനാഖശക്ക് വേണ്ടി അവിടത്തെ ഔദ്യോഗിക പഠന വിഭാഗം നോട്ടീസ് ഇറക്കി പ്രഖ്യാപിച്ച് പരീക്ഷ ആ വൈവയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കടന്നു വന്നൊരു വിദ്യാർത്ഥി ഇന്ത്യൻ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയപ്പോ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുനാഖശക്ക് വേണ്ടി ആ പരീക്ഷയ്ക്ക് വേണ്ടി അവിടെ പങ്കെടുത്തു. അദ്ദേഹം ആദ്യമായി തന്റെ ഞാൻ മനസ്സിലാക്കുന്നത് 4000 അല്ലെങ്കിൽ 2000-ഓളം പേജ് വരുന്ന 5 വർഷത്തെ പഠനത്തിന്റെ ആ ഒരു ഉപഹാരമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തിസീസ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. ആ പഠന റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, എന്റെ അഭിമന്യരായ ഗുരു മഹാനായ സയ്യിദ് ബദർ സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ മഹാനവറുകൾക്കും കാന്തപുരം ഉസ്താദിനും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എന്റെ ഈ ഒരു പ്രബന്ധം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രബന്ധം തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുനാഖശ ആ എക്സാം കഴിഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ വലിയ പ്രഗത്ഭരായ ഈജിപ്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് അദ്ദേഹത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലളിതമായ ഉത്തരങ്ങളും മനോഹരമായ പ്രബന്ധങ്ങളും കണ്ട് അവര് പ്രഖ്യാപിച്ചു ഈ പരീക്ഷയിൽ മുംതാസ്, അദ്ദേഹം ഉജ്ജ്വലമായ വിജയം ഫസ്റ്റ് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയത്തിന്റെ പൊൻകിരീടം ചാർത്തിക്കൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിലെ ജേതാവായി അവർ പ്രഖ്യാപിച്ചത്. അത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ സൈത്തൂണ യൂണിവേഴ്സിറ്റിയില്, ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയില്, ഫ്രാൻസിലും അമേരിക്കയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പഠിപ്പിച്ച് വലുതാക്കിയ നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മലപ്പുറം മൈദിനിൽ ചെന്നാൽ ബഹുമാനപ്പെട്ട തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളെ സ്വീകരിക്കുന്നത് തന്നെ ഫ്രഞ്ച് ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, അതേപോലെ ഉറുദു ഭാഷയിൽ, അറബി ഭാഷയിൽ 6 ഭാഷകളിൽ സംസാരിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ മൈദിനിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജ്ഞാനിക രംഗത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ മുന്നേറ്റം, വിപ്ലവങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഈ സമൂഹം കൺകുളിർക്ക് കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ സേവന രംഗങ്ങൾ, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കാൻ എല്ലാവർക്കും സാധിക്കും. അതേ അവസരത്തിൽ കണ്ണീരുമായി വരുന്ന വിദ്യാർത്ഥികളുടെ ആശയത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായി മാറാൻ ഈ രാജ്യത്ത് എത്ര മനുഷ്യരുണ്ട് എന്ന് ചിന്തിച്ചാൽ ഞാനും നിങ്ങളുമൊക്കെ ആ വിഷയത്തിൽ വളരെ പുറകിലാണ് എന്ന ഉത്തരമാണ് നമുക്ക് പറയാൻ കഴിയുക. ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രോജ്വല പ്രതീകമായി ലോകത്തിന് മുമ്പിൽ വിരാജിക്കുന്ന
അറബ് രാജ്യങ്ങളും എല്ലാ രാജ്യക്കാരും മഹാനായ ഉസ്താദ് എന്ന് നെട്ടിവിളിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആ മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച് ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളാണ് കാന്തപുരം ഉസ്താദിന്റെ കൂടെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് 16 ദിവസത്തെ യാത്രക്ക് നേതൃത്വം നൽകിയത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ മുദ്രാവാക്യം ഇന്നും കേരളം ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സെന്റിനറിയുടെ ഭാഗമായുള്ള ഒരു മുദ്രാവാക്യം എന്ന നിലക്കല്ല. ഞാൻ ഓർക്കുകയാണ്, കേരളത്തിന്റെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് പറഞ്ഞു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഒരു മുദ്രാവാക്യം കിട്ടിയത്? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടി വേദികളിൽ പോലും ഇത് ഒരു വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ആ മുദ്രാവാക്യം ഉൾക്കൊള്ളാത്ത ഒരു വിഷയവും നമ്മുടെ നാട്ടിലില്ല. ഈ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ജനങ്ങളെ വെട്ടിമുറിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായ മുദ്രാവാക്യമാണ്. ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിളക്കുന്ന മുഴുവൻ ആളുകൾക്കുമെതിരായ മുദ്രാവാക്യമാണ്. സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യമാണ്. അൽഹംദുലില്ലാഹ്, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും തങ്ങളവറുകളും ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങൾക്കറിയുമല്ലോ, കാസർകോട്ട് നിന്ന് തുടങ്ങിയ ഈ ജാഥ മലബാറിന്റെ അതിരുകൾ കടന്നു വരുമ്പോ പാരാവാരം പോലെ ജനസമുദ്രമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും തങ്ങളുടെയും കൂടെ ഒഴുകി ആ സദസ്സുകളിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ മനസ്സിലാക്കി, മലബാറിൽ ഈ പ്രസ്ഥാനത്തിന്റെയും ഇതിനെ പിന്തുണക്കുന്നവരുടെയും ഒരു വലിയ മുന്നേറ്റവും ശക്തിയും അതൊക്കെയാണ്. എന്നാൽ മലബാറിന്റെ അതിരുകൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ സദസ്സിന് ഇത്രമാത്രം പ്രൗഢിയും ഈ സദസ്സിന് ഇത്രമാത്രം ഭംഗിയും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയവർക്ക് തെറ്റുപറ്റിപ്പോയി. തൃശ്ശൂർ മുതല് അനന്തപുരിയിലേക്ക് നീണ്ടുനിന്ന യാത്ര, ആ കടന്നു വന്ന തെരുവോരങ്ങളിൽ മനുഷ്യമതിലുകളാണ്. ആ യാത്ര എത്തിച്ചേർന്ന പ്രദേശങ്ങളിൽ ജനസമുദ്രങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. തിരുവനന്തപുരത്ത് മഹാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരനും ഉൾപ്പെടെ അതേപോലെ തന്നെ എല്ലാ പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും മറ്റു പാർട്ടികളുടെയും എല്ലാവരും പാർട്ടികളുടെയും നേതാക്കന്മാർ അത്ഭുതത്തോടെ കൂടിയാണ് ആ സമ്മേളനത്തെ വീക്ഷിച്ചതും അവരഭിസംബോധന ചെയ്തതും. ഞാൻ പറയുന്നത് കേവലം ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് വെറുതെ ഒരു യാത്ര സംഘടിപ്പിച്ചതല്ല. ഓരോ ജില്ലയിലും എത്തുമ്പോ അതാത് ജില്ലകളിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള പൗരപ്രമുഖരും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയത്. തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ ഉപഹാരമായി ഞങ്ങൾ ഈ ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കേരള മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇത്തരം വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിനോട് ചേർന്നുകൊണ്ട് 10 കോടിയോളം രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് SYSന്റെ സാന്ത്വനം സെന്റർ പ്രവർത്തിക്കുന്നത്. ഒരേ സമയത്ത് 300 പേർക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും 300 പേർക്ക് താമസിക്കാനും ഭക്ഷിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും SYSന്റെ സാന്ത്വനം സെന്റർ സൗജന്യമായി നമ്മൾ നിർമ്മിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കേരള യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് എത്തിച്ചേർന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഡേ കെയർ എന്ന് പറയുന്ന സംവിധാനം തുടങ്ങുകയാണ്. എന്താണ് ഡേ കെയർ? ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. 25 കോടി രൂപയോളം ചിലവ് വരുന്ന പദ്ധതി ഈ പ്രസ്ഥാനം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു മുതലാളിയും ദരിദ്രനായി മാറുന്ന, ഏതൊരു സമ്പന്നനും ദരിദ്രനായി മാറുന്ന മാരകമായ രോഗമാണ് ക്യാൻസർ, കിഡ്നി രോഗം എന്നൊക്കെ പറയുന്നത്.
വലിയ സമ്പന്നനാണ്, ഗൾഫുകാരനാണ്. ആദ്യം അദ്ദേഹത്തിന്റെ കീശയിലുള്ള പണം ചിലവഴിക്കും, പിന്നീട് പറമ്പുകൾ വിൽക്കും, അവസാനം കിടപ്പാടം പോലും വിറ്റ് അതും തികയാതെ വരുമ്പോൾ ജനങ്ങളിലേക്ക് കൈനീട്ടുന്ന രോഗങ്ങളാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ. അള്ളാഹു നമ്മളെല്ലാവരെയും അത്തരം രോഗങ്ങളെ തൊട്ട് സംരക്ഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള വലിയൊരു യാത്രയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആ യാത്രക്ക് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ നാട്, ഈ രാജ്യം അത് മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് ഉച്ചയിസ്ത്രം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യാത്ര സമാപിച്ചത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ നമുക്കിടയിൽ വിവേചനങ്ങളും വിഭജനങ്ങളും പ്രകൃതിപരമായി ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അത് അഹങ്കരിക്കാനും അത് വിദ്വേഷം വളർത്താനും അത് തീവ്രതയിലേക്കും ഭീകരതയിലേക്കും എത്തിച്ചേരാനും ഉള്ളതല്ല. അത് നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, നിങ്ങളെ വിവിധ രാജ്യക്കാർ, വിവിധ ഭാഷക്കാർ, വിവിധ വർണ്ണക്കാരൊക്കെ ആക്കി മാറ്റിയത് നിങ്ങൾക്കിടയിൽ വിഭജനങ്ങളും വിദ്വേഷവും വളർത്താൻ വേണ്ടിയല്ല, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ പാകിസ്ഥാനുകാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ റഷ്യക്കാരനാണ്, ഇങ്ങനെ നമുക്കൊരു അഭിമാനത്തിനും നമുക്കൊരു തിരിച്ചറിവിനും വേണ്ടി എന്നല്ലാതെ അതിന്റെ പേരിൽ വാളെടുക്കാനും കത്തിയെടുക്കാനും കുത്തിമലർത്താനും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര അവസാനിക്കുന്നത് വരെ ജനങ്ങളോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത്, ഓ ജനങ്ങളെ, ലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. നിങ്ങൾക്ക് മതപരമായ വൈജാത്യമുണ്ട്, എല്ലാവരും മുസ്ലിങ്ങളല്ല, വിവിധ മതക്കാര് നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന, നിങ്ങളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോ ആ ബഹുസ്വരതയെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും മറ്റുള്ള ജനങ്ങളോട് അനീതിയായി നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, വിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്താൻ പാടില്ല, ജനങ്ങൾക്കിടയിൽ സ്നേഹം ഇല്ലാതാക്കുന്ന പ്രവർത്തനം നിങ്ങൾ നടത്താൻ പാടില്ല. എഴുതിലൂ, നിങ്ങൾ എല്ലാവരോടും നീതിപൂർവ്വം വർത്തിക്കണം. അതാണ് അള്ളാഹു അഭിലഷിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരന്മാരെ, ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പടച്ചറപ്പുമായുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് സാധ്യമല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഈ യാത്ര മുന്നോട്ട് വെച്ച നയം അതാണ്. മല്ലം യശ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ, ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനും ജനങ്ങളെ വിഷയങ്ങൾ പറയാനും ജനങ്ങളെ വിഷയത്തിന് പരിഹാരം കാണാനും മുന്നോട്ട് വരാത്തവൻ, ലം യശ്കുരി റബ്ബ, അവൻ അല്ലാഹുവിനോട് നന്ദി കാണിച്ചവനല്ല. നിന്റെ പടച്ച തമ്പുരാനെ നീ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആദ്യം നിന്റെ സമീപത്ത് ജീവിക്കുന്ന മനുഷ്യരെ കാണണം, മനുഷ്യരുടെ വിഷയങ്ങൾ കേൾക്കണം, മനുഷ്യരുടെ വിഷയങ്ങൾ ഇടപെടണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ് നീ പള്ളിയിൽ പോയി സുജൂദിൽ കിടന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതല്ല, ആ ജനങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖൈറുൻ നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യന്മാരാണ്. നിങ്ങൾക്കറിയുമല്ലോ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനും അതേപോലെ തന്നെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കണ്ണീരൊപ്പാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ ജാതിയും മതവും നോക്കണ്ട. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കേരളക്കാരിയായ ഒരു കൊച്ചു പെൺകുട്ടി, ഒരു നഴ്സ്, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യമനിലെ ജയിലിൽ അകപ്പെട്ട സമയത്ത്
നമ്മുടെ രാജ്യവുമായി നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് ജയിലിലകപ്പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ എല്ലാ രാഷ്ട്രീയക്കാരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സമീപിച്ച് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട മകൻ വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛന്റെ അന്ത്യാഭിലാഷമായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുക. എല്ലാ രാഷ്ട്രീയക്കാരും മുഴുവൻ ആളുകളും അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഉസ്താദിനെ സമീപിച്ചു. ഉസ്താദ് ഒരു MLA അല്ല, ഒരു MP അല്ല, ഒരു മന്ത്രിയല്ല, ഒരു കൗൺസിലർ അല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഉസ്താദിന്റെ നാട്ടുകാരിയോ ഉസ്താദിന്റെ മതത്തിൽപ്പെട്ട ആളോ ഉസ്താദിന്റെ ഒരു പെങ്ങളുടെ കുട്ടിയോ അല്ല ഈ ജയിലിലകപ്പെട്ട നിമിഷപ്രിയ. ഉസ്താദ് ചിന്തിച്ചത് ഒരു മനുഷ്യനല്ലേ എന്നാണ്. പക്ഷേ ആ വിഷയങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇനി ഒരിക്കലും അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിലേക്ക് കൈവിട്ടു പോയിരിക്കുകയാണ്. അവിടെയാണ് സഹോദരന്മാരെ മീഡിയകൾ പറഞ്ഞു, ഫയല് ക്ലോസ് ചെയ്തു, ജഡ്ജിയുടെ വിവരങ്ങളും എല്ലാം കഴിഞ്ഞു, ഇനി ഒരിക്കലും ആ ശിക്ഷ അല്ലെങ്കിൽ ആ നിയമത്തിൽ നിന്ന്, ആ വിധിയിൽ നിന്ന് ആ രാജ്യം പിന്മാറുന്ന പ്രശ്നമില്ല. മീഡിയകൾ പറഞ്ഞു, ഇനി അത്ഭുതം സംഭവിക്കണം. 16-ാം തീയതി തൂക്കിലേറ്റപ്പെടേണ്ട ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അത്ഭുതത്തിന്റെ പേരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സഹോദരന്മാരെ, ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് പലരും വന്ന ഉസ്താദ് പറഞ്ഞു, ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ, ആ പെൺകുട്ടി ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നാണ്. ഏതായിരുന്നാലും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ നമുക്ക് ഈ വേളയിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ വലിയൊരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഇനിയും ഒരുപാട് കാലം ദീനീ രംഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയായി ഒട്ടേറെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു നേതൃത്വം കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.